ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷുമായിട്ടാണ്. ഗോബി മഞ്ചൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടിയുള്ള കോളിഫ്ലവർ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരത്തെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചതാണ്. ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ ഇട്ട് വെച്ചതാണ്. എന്നിട്ട് നന്നായി ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ഏകദേശം ഒരു 3 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട, വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്, 3 മിനിറ്റ് മാത്രം ഇതൊന്ന് ജസ്റ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയിട്ട് വേണം എടുക്കാൻ. ഏകദേശം ഇതേ ഒരു വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കണം. ഇതിന് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് കളർ പൊടി. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഫുഡ് കളർ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് തിക്കും അല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ല. ആ ഒരു പാകത്തിന് വേണം നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കാൻ. ഇത് ഇതേപോലെ ഇനി നമ്മുടെ കോളിഫ്ലവർ ഒക്കെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവർ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റ് പാകത്തിന് മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കോളിഫ്ലവറിലേക്ക് അത് നന്നായി പിടിച്ച് വെക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ലൂസായിട്ട് ആണ് മാവ് റെഡിയാക്കുന്നതെങ്കിൽ ഇതിൽ ശരിക്കും പിടിക്കില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കളർ പൊടി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, വേണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്തത്. അപ്പോൾ ഇത് മൂടി വെച്ച് ഒരു ഏകദേശം ഒരു 15 മിനിറ്റോളം മൂടി വെക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഒരു പുറം ആകുമ്പം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിരിക്കണം ഇത് വറുത്തെടുക്കുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരിയിടാം. നന്നായി ക്രിസ്പി ആക്കി ഇട്ടിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് വേറൊരു പാൻ വെച്ച് സൺഫ്ലവർ ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വേറെ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്, അപ്പോൾ അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്, അതും ഇട്ട് കൊടുക്കുക. അത് ചെറുതായി അരിഞ്ഞതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി കോളിഫ്ലവറിൽ ഉപ്പിട്ടിട്ടുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇടാൻ പാടുള്ളൂ. ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 കളറും എടുത്തിട്ടുണ്ട്. 3 കളറും വേണ്ട, ഒരു കളർ മാത്രമായാലും കുഴപ്പമില്ല. ആയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകേണ്ട, ഒരു പാകത്തിന് വഴന്നാൽ മാത്രം മതി. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് സോയ സോസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്.
ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചെടുക്കാം. ഒരു ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ചെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു ചെറിയ കോളിഫ്ലവർ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ എടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ ഏകദേശം ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവർ ഞാൻ വെള്ളത്തിൽ കലക്കി ഇട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഈ കോളിഫ്ലവറിലേക്ക് പിടിക്കണം. അപ്പോൾ ഈ സമയം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ കുരുമുളക് പൊടീൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഗോബി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. ഈ ഫ്രൈ ചെയ്തെടുക്കേണ്ട ടൈം മാത്രമേ ഉള്ളൂ, അല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.